welcome back to my channel. My name is Pranavya and I'm a final prop BMS student. Today in this video I am going to discuss about the private medical colleges are good or bad. ഇതൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. അതായത് നീറ്റൊക്കെ കഴിഞ്ഞ് അലോട്ട്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കുറേ കുട്ടികളൊക്കെ ഉണ്ടാവും. ഓൾറെഡി നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോറൊക്കെ വെച്ചിട്ട് നമുക്ക് തന്നെ പറയാൻ പറ്റും എവിടെ എത്തും, ഗവൺമെൻറ് കോളേജ് കിട്ടുമോ ഇല്ല പ്രൈവറ്റ് കോളേജ് കിട്ടുള്ളൂ എന്നൊക്കെ. ഇനി അതല്ല, പ്രൈവറ്റ് കോളേജിൽ മാത്രം അഡ്മിഷൻ എടുക്കാനായിട്ട് കാത്തിരിക്കുന്ന കുട്ടികളും ഉണ്ട്. അപ്പോൾ നമുക്ക് അറിയേണ്ടത് പ്രൈവറ്റ് കോളേജ് ഗുഡ് ഓർ ബാഡ് എന്നാണ്. അതായത് നമ്മളൊരു പ്രൈവറ്റ് കോളേജ് നമ്മുടെ വീട്ടുകാർക്കില്ലാത്ത പ്രശ്നമാണ് നാട്ടുകാർക്കെന്ന് പറയുന്ന പോലെ നമ്മളിപ്പോൾ പ്രൈവറ്റ് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ തീരുമാനിച്ചാൽ ചിലരൊക്കെ പറയും, അറ്റ്ലീസ്റ്റ് നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ കുറച്ച് പരിസരത്തുള്ളവരൊക്കെ പറയും നിങ്ങൾ എടുക്കാൻ പോകുന്നത് ഒരു റോങ് ഡിസിഷനാണ്, അവിടെയൊക്കെ ഭയങ്കര പൈസയാണ്, ഒരു തവണ കൂടി നീറ്റിന് ശ്രമിച്ചുകൂടെ, ഇതങ്ങ് കളഞ്ഞുകൂടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സിന് പോയാൽ പോരെ, ഈ മെഡിസിന് തന്നെ എന്തിനാ പോകുന്നത്, വല്ല MLTക്കോ എക്സ്റേയോ. യൂഷ്വലി ഞാനും ഇത് കേട്ടിട്ടുള്ള ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം എന്തൊക്കെ ആൾക്കാർ പറയുന്നു. ഏകദേശം എനിക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അക്കോർഡിംഗ് ടു മീ പ്രൈവറ്റ് കോളേജസ് ഒരിക്കലും മോശമല്ല. കാരണം ഞാനും പഠിക്കുന്നത് ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലാണ്. സോ അതുകൊണ്ട് ഞാനത് മോശമാണെന്ന് പറയില്ല. പിന്നെ നമ്മൾ ഒരു പ്രൈവറ്റ് കോളേജിൽ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഹൗ ടു ചൂസ് എ മെഡിക്കൽ കോളേജ്. പക്ഷേ ഇത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിന് മാത്രമുള്ള ഒരു അതാണ്. പക്ഷെ നമ്മൾ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ട് കാറ്റഗറി ഉണ്ട്. നോർമൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ആൻഡ് ഡീംഡ് യൂണിവേഴ്സിറ്റി. ഡീംഡ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് ഒരു 20 lakhs വരെ വാങ്ങിക്കുന്ന കോളേജുകളുണ്ട് പെർ ഇയർ ആണ് കേട്ടോ. അപ്പോൾ അതൊഴിച്ച് നിർത്തിയാൽ നമ്മൾ കൗൺസിലിംഗ്, അതായത് MCCയുടെ കൗൺസിലിംഗ് അല്ലെങ്കിൽ ആയുഷ് കൗൺസിലിംഗിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് നോക്കണം ഗവൺമെൻറ് കോളേജ് ഏതാണ്, ESIC കോട്ട ഏതാണ്, പിന്നെ അങ്ങനെ ഒരുപാട് കാറ്റഗറി ഉണ്ടല്ലോ. അപ്പോൾ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ഏതൊക്കെയാണ് അതൊക്കെ നോക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. ഒന്നാമത്തേത് പേഷ്യൻ്റ് ലോഡാണ്. പേഷ്യൻ്റ് ലോഡ് അതായത് നമ്മൾ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അഫ്കോഴ്സ് പേഷ്യൻറ്റിൻ്റെ ലോഡ് വളരെ കുറവായിരിക്കാം. ചിലപ്പോൾ അവിടെ ഒരു ദിവസം 100 പേഷ്യൻസ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ ചിലപ്പോൾ 20-ൽ താഴെ ആയിരിക്കും പേഷ്യൻ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഈ ഒരു കോളേജിൻ്റെ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. അതായത് ഒരു 20-30 വർഷത്തെ പാരമ്പര്യം ഈ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അവിടെ പേഷ്യൻസ് അല്ലെങ്കിൽ ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു പുതിയൊരു മെഡിക്കൽ കോളേജ്, ഒരു പ്രൈവറ്റ് ജസ്റ്റ് 1-2 വർഷത്തെ പഴക്കം മാത്രമുള്ള ഒരു പുതിയ പ്രൈവറ്റ് കോളേജ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു ബാഡ് ചോയ്സ് എന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ നമ്മൾ കുറച്ച് പേഷ്യൻ്റ് ആണെങ്കിലും നമുക്ക് കുറേ പഠിക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നമ്മൾ ചില ട്യൂഷൻ സെൻ്ററിലൊക്കെ പോകുമ്പോഴത്തേക്കും ആളുകൾ കുറവുള്ള സ്ഥലത്ത് പോകുന്നത് എന്തുകൊണ്ടാണ്? കാരണം ചില പാരൻസ് അങ്ങനെയാണ്, ആളുകൾ കുറച്ചുള്ള സ്ഥലത്തേ വിടുള്ളൂ. അങ്ങനെ ആകുമ്പോഴത്തേക്ക് എൻ്റെ കുട്ടിയെ കൂടി നല്ലതുപോലെ ശ്രദ്ധിക്കുമല്ലോ, അപ്പോൾ കുറച്ചുകൂടെ അറ്റൻഷൻ കിട്ടുമല്ലോ എന്നുള്ളത്. അതുപോലെ നമുക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമുക്ക് ഓരോ കേസും പഠിക്കാൻ പറ്റും. പക്ഷേ ഗവൺമെൻറ് കോളേജ് ആകുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ കേസുകൾ കാണാൻ പറ്റും. പക്ഷേ നമുക്ക് വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലായിരിക്കും അതൊക്കെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പ്രൈവറ്റ് കോളേജ് ഓക്കെ ആണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമല്ലേ, പ്രൈവറ്റ് കോളേജ് വേണോ ഗവൺമെൻറ് കോളേജ് വേണമെന്ന്. പിന്നെ അത് സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നീറ്റിൻ്റെ സ്കോർ. പിന്നെ അടുത്തത് നമ്പർ 2 ഫെസിലിറ്റീസ്. അവിടുത്തെ ഫാക്കൽറ്റി എങ്ങനെയാണ്, ഹോസ്പിറ്റൽ എങ്ങനെയാണ്, ക്ലാസ് റൂം എങ്ങനെയാണ്, ഫീസ് സ്ട്രക്ചർ എന്താണ്, ഇതൊക്കെ നോക്കിയേ പറ്റൂ. കാരണം ഫെസിലിറ്റീസ് കുറവുള്ള ഒരു സ്ഥലത്ത് അഡ്മിഷൻ എടുത്തിട്ട് അവസാനം നിങ്ങൾ ഈ കോഴ്സ് കഴിയുമ്പോഴത്തേക്കും ഒന്നും ആയില്ല, എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു ക്ഷാരസൂത്രം ചെയ്യാൻ പോലും അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശം അവസ്ഥയാണ്. അല്ലെങ്കിൽ പോട്ടെ, ഒരു കഷായം വെക്കാൻ അറിയില്ല, ഒരു അർജുന ക്ഷീരപാകം അതിൻ്റെ എത്ര ക്വാണ്ടിറ്റിയിലാണ് എടുക്കേണ്ടത്, അറ്റ്ലീസ്റ്റ് ആ റേഷ്യോ പോലും അറിയില്ല എന്ന് പറയുന്നത് ഒരു മോശം അവസ്ഥയിലേക്കാണ് നിങ്ങളെ എത്തിക്കുന്നത്. അതുകൊണ്ട് ഫെസിലിറ്റീസ് നോക്കിയേ പറ്റൂ. എത്രത്തോളം ഫെസിലിറ്റീസ് നമ്മുടെ കോളേജിൽ അവൈലബിൾ ആണോ അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അല്ലെങ്കിൽ അയ്യോ അവരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മുടെ
ലൈഫിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് റിസ്ക് എടുത്തേ പറ്റൂ. അതിപ്പോൾ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ കാണും, പക്ഷേ ഈവൻ ദോ നമുക്ക് നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ നേടിയെടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ഫ്യൂച്ചർ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്പർ 3, ബഡ്ജറ്റ് ഫീ. അതുപോലെ അതായത് ഈ ഫീസിൻ്റെ സ്ട്രക്ചർ, അതായത് ഞാൻ ഡീംഡ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറഞ്ഞു, അവിടെ നല്ലൊരു റേറ്റാണ് വാങ്ങിക്കുന്നത്. പക്ഷേ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ അത്രയൊന്നും വാങ്ങിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഗവൺമെൻറ് കോളേജിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട്. എല്ലാം നമ്മൾ പഠിക്കുന്ന ഒരു സിലബസ് പോയിന്റ് പോലും നമ്മൾ സ്കിപ്പ് ചെയ്യുന്നില്ല അല്ലേ. പിന്നെ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളത് ചെയ്യും. പക്ഷെ അതുപോലെയല്ല, പക്ഷെ എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കുന്നുണ്ട്. എന്തോ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമുക്ക് എക്സാം ടൈമിൽ അതായത് വൈവ പ്രാക്ടിക്കൽസ് ഒക്കെ നടത്താനായിട്ട് യൂഷ്വലി നമുക്ക് കൂടുതൽ വരുന്നത് ഗവൺമെൻറ് കോളേജിലുള്ള ടീച്ചേഴ്സാണ്. കാരണം പ്രൈവറ്റ് കോളേജ് എപ്പോഴും നമ്മുടെ സ്റ്റാൻഡേർഡ് നിലനിർത്തുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റാൻഡേർഡ്, അതായത് ഗവൺമെൻറ് കോളേജിലുള്ളവരെക്കാളും പ്രൈവറ്റ് കോളേജിൽ ഉള്ള കുട്ടികൾക്ക് എന്ത് സവിശേഷതയാണ് ഉള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കുറച്ച് ഗവൺമെൻറ് ടീച്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർ മനഃപൂർവ്വം നമ്മളെ വൈവയ്ക്ക് കഷ്ടപ്പെടുത്തുന്ന ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നവരുണ്ട്. എന്നാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്. അത് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ കഴിവാണ്. അപ്പോൾ അവർ നല്ലതുപോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമുക്കത് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. എന്ത് പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ നമ്മളത് ഏത് വൈവയാണെങ്കിലും ഏത് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമ്മളത് സോൾവ് ചെയ്യും. അതിൽ ഈ നീറ്റ്, JEE, IIT എക്സാംസ് ഒക്കെ പോലെ നമുക്കും സോൾവ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ എത്രയോ തവണ തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫൈനലായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഫ്യൂച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പ്രൈവറ്റ്, ഈ ഗവൺമെൻറ് കോളേജ് ആയിക്കോട്ടെ പ്രൈവറ്റ് കോളേജ് ആയിക്കോട്ടെ, ഈ നമ്മുടെ ഈ PG എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിൽ ആ കോളേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കുറച്ച് കാര്യങ്ങൾ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബേസിക്സ് ഉണ്ടാക്കി തരുന്നത് നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ആ ഫെസിലിറ്റീസ് നമ്മൾ യൂസ് ചെയ്യുക. അതായത് നമുക്കിപ്പോൾ ശ്ലോകം പഠിക്കാൻ പാടുണ്ടായിരിക്കും, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ നല്ല ഫാക്കൽറ്റീസിനെ സമീപിച്ച് നമ്മളത് പഠിച്ച് നമ്മുടെ നല്ല ബേസ് ഉണ്ടാക്കിയെടുത്താലേ എൻട്രൻസ് എക്സാം, അതായത് PG എൻട്രൻസ് എക്സാം അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിന് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ രീതി ചെയ്യണം, ഏതൊക്കെ മെഡിസിൻ അല്ലെങ്കിൽ ഞാൻ ഏത് ഏരിയ ഫോക്കസ് ചെയ്യണം എന്നൊക്കെ നമുക്കൊരു ഹയർ ഒപ്പീനിയൻ എടുക്കണമെങ്കിൽ അതിന് നമ്മൾ ആ ഒരു ടീച്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റൂ. ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ എല്ലാത്തിനെയും ഓവർകം ചെയ്തേ പറ്റൂ. എന്നാൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചർ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ച്, കാരണം ചില പ്രൈവറ്റ് കോളേജാണെന്ന് വെച്ചാൽ അത് എന്താ കുട്ടിയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നല്ലതുപോലെ കാര്യമായിട്ടൊന്നും നോക്കത്തില്ല. പക്ഷെ ചിലർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് അവരുടെ ഒരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ബെറ്റർ ആക്കാനാണ് നോക്കുന്നത്. ആഫ്റ്റർ BAMS കഴിഞ്ഞ് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത് അതും കൂടെ പഠിപ്പിച്ചാണ് വിടുന്നത്. അപ്പം അങ്ങനെയുള്ള കോളേജുകൾ നല്ലൊരു ഓപ്ഷൻസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ യു ക്യാൻ ചൂസ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ് ഇഫ് യു ആർ കേപ്പബിൾ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ ഒരിക്കലും നിർബന്ധിച്ചൊരു പ്രൈവറ്റ് കോളേജിൽ പഠിക്കണം എന്നൊന്നും പറയില്ല. കാരണം ഇപ്പോൾ ഓരോ വർഷത്തെ നീറ്റിൻ്റെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ചിലപ്പോൾ ഫീസ് സ്ട്രക്ചറൊക്കെ മാറും. പിന്നെ കുട്ടികളുടെ എമൗണ്ടും കൂടുതലായിരിക്കും. അതായത് കൗൺസിലിംഗ് ഒക്കെ നടക്കുമ്പോൾ ഒരു കൗൺസിലിംഗ്, ഒരു അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ ഇനി എത്ര സീറ്റ് അവൈലബിൾ ആണ്, ഇല്ല, ഗവൺമെൻറ് സീറ്റ് കിട്ടുമോ അല്ലെങ്കിൽ പ്രൈവറ്റ് എടുക്കേണ്ടി വരുമോ, അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങളൊരു നീറ്റ് ആസ്പിറൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മാക്സിമം നമ്മുടെ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഓപ്ഷൻ കിട്ടും. സോ ഇത്രയൊക്കെ ഉള്ള ഈ വീഡിയോ. If you like that video, please comment below and like and subscribe if you are not subscribed, and see you on next time. Tata, bye bye.